ഡോക്ടർ ഇപ്പോൾ ഈ ഒരു തണുത്ത കാലത്ത് കുട്ടികളിൽ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ഇപ്പോൾ ശ്വാസകോശ സംബന്ധമായ ഒരുപാട് രോഗങ്ങൾ വരാനുള്ള സാധ്യതകളൊക്കെയുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് കുട്ടികളുടെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയാണ്? നമ്മൾ തണുപ്പ് കാലം നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ യൂഷ്വലി നമ്മൾ നേരത്തെ പറഞ്ഞ ഡാറ്റ പറഞ്ഞതുപോലെ തണുപ്പ് കാലത്ത് ഈ ശ്വാസകോശ സംബന്ധമായ അണുബാധകൾ കൂടുന്നതായിട്ട് കാണുന്നുണ്ട്. അത് പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഈ തണുപ്പ് സമയത്ത് ഹ്യൂമിഡിറ്റിയുടെ വ്യത്യാസം കൊണ്ടും ഈ പറഞ്ഞ അതേപോലെ ഈ തണുപ്പ് സമയത്ത് പല രോഗാണുക്കൾക്കും കൂടുതൽ നേരം ഈ പ്രതലങ്ങളിൽ ജീവിക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ കൂടുതൽ രോഗം മറ്റുള്ളവർക്ക് പകരാനുള്ള സാധ്യതയും കൂടുതലാണ്. അതേപോലെ നമ്മൾ തണുപ്പ് സമയത്തൊക്കെ പൊതുവെ വെന്റിലേഷൻ കുറവായിരിക്കും, കുട്ടികൾ കൂടുതലും വീട്ടിനകത്തായിരിക്കും. അപ്പം മറ്റ് അസുഖമുള്ള മറ്റുള്ളവരുമായിട്ട് ഇടപെടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ കൊണ്ട് തന്നെ തണുപ്പ് സമയത്ത് പൊതുവേ അസുഖങ്ങൾ കൂടുതലായിരിക്കും, ഈ പറഞ്ഞ ഈ ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ. അപ്പോൾ നമുക്ക് ശ്രദ്ധിക്കാനുള്ള കാര്യമെന്ന് പറഞ്ഞാൽ ഇപ്പം അസുഖമുള്ള സമയത്ത് അസുഖമുള്ള വലിയവരായാലും മുതിർന്നവരായാലും കുട്ടികളെയാണെങ്കിൽ സ്കൂളിൽ വിടാതിരിക്കുക. അപ്പോൾ ചെറിയ ജലദോഷവും ഒക്കെ ആയിട്ട് മരുന്നുകളുമായിട്ടൊക്കെ സ്കൂളിൽ വിടുന്ന ഒരവസ്ഥ കണ്ടിട്ടുണ്ട്. പക്ഷേ അതൊരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ്. അസുഖമുണ്ടെങ്കിൽ കുട്ടിയെ വീട്ടിലിരുത്തുക, നന്നായി ജലദോഷവും പനിയും ഒക്കെ മാറിയ ശേഷം മാത്രം സ്കൂളിൽ വിടുക. അപ്പോൾ അത് മറ്റു പിള്ളേർക്ക് കൂടുതൽ പകർന്ന് എല്ലാവർക്കും അസുഖം ബാധിക്കുന്നൊരവസ്ഥയിലേക്ക് അത് പോകുന്നൊരവസ്ഥയുണ്ടാകും. സോ അത് ഒഴിവാക്കുക, മറ്റുള്ളവർക്ക് പകരുന്നത് ഒഴിവാക്കുക. പിന്നെ നമ്മൾ കൊറോണ കാലത്ത് പഠിച്ചതുപോലെ ഈ വ്യക്തി ശുചിത്വം പാലിക്കുക എന്നുള്ളത് തന്നെയാണ്. അതായത് ഈ പറഞ്ഞ മാസ്ക് ഈ പറഞ്ഞാൽ നമുക്ക് പറയാറില്ല, പക്ഷേ എന്നിരുന്നാലും ഈ പറഞ്ഞ ഈ ക്രൗഡഡ് പ്ലേസിലൊക്കെ ഈ പറഞ്ഞ തിരക്ക് നിറഞ്ഞ സ്ഥലങ്ങളിലും ഉള്ള അങ്ങനെ മറ്റ് തിങ്ങി നിറഞ്ഞ ആൾക്കാർ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ ഒഴിവാക്കാൻ പറ്റാവുന്നതൊക്കെ ഒഴിവാക്കുക. ഇല്ലെങ്കിലും അങ്ങനത്തെ സ്ഥലങ്ങളിൽ മാസ്ക് ധരിക്കുന്നത് നല്ലതാണ്. അതേപോലെ ഒരു 20 സെക്കൻഡ് ഹാൻഡ് വാഷിങ് കൈ കഴുകുന്നത്. കാര്യം കൈകളിലൂടെ മിക്കവാറും പ്രതലങ്ങളിൽ കൂടെയാണ് പല രോഗാണുക്കളും വരുന്നത്. അപ്പം അസുഖമുള്ള സ്ഥലത്ത് കുട്ടികൾ സ്പർശിച്ചതിന് ശേഷം വായിലും മൂക്കിലും തൊടുക, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ചെയ്യുമ്പോഴേക്കും ഈ രോഗാണുക്കൾ കൂടുതലായിട്ട് പകരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ സോ അത് ഒഴിവാക്കുക. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില പ്രത്യേക കുട്ടികളുണ്ട്. അതായത് ഈ ചില കുട്ടികൾ മാസം തികയാതെ പ്രസവിച്ച കുട്ടികൾ, അതായത് പ്രിമച്വർ ബേബീസ്, അതേപോലെ ജനിക്കുമ്പോൾ തന്നെ തൂക്കക്കുറവുണ്ടായിരുന്ന കുട്ടികൾ. അപ്പം അങ്ങനെയുള്ള കുട്ടികൾക്കൊക്കെയാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. അതേപോലെ കുട്ടികൾക്ക് ഇപ്പോൾ ഡയബറ്റീസ് ഉള്ള കുട്ടികളുണ്ട്, ചില രോഗപ്രതിരോധ ശേഷി കുറവുള്ള കുട്ടികളുണ്ട്. അപ്പം അങ്ങനെയുള്ള കുട്ടികൾക്ക് ഇപ്പം ക്യാൻസറിന് ചികിത്സ എടുക്കുന്ന കുട്ടികൾ, അപ്പോൾ കിഡ്നി സംബന്ധമായ അസുഖമുള്ള കുട്ടികൾ, സ്റ്റീറോയിഡ് മരുന്ന് കഴിക്കുന്ന കുട്ടികൾ. അപ്പോൾ അങ്ങനെ ഒരു വിവരം കുട്ടികൾക്ക്, ഇത്തരം കുട്ടികളെ സാധാരണ കൂടുതൽ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അസുഖം വരുന്ന ഒരു പരിധി വരെ നമുക്ക് നിയന്ത്രിക്കാനായിട്ട് കഴിയും.